ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? അപ്പോൾ രാവിലത്തെ നമ്മുടെ ചായയും കടിയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ പരിപാടിക്ക് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ചായയും കടിയും പിന്നെ അതേപോലെ തന്നെ ചോറ് പിന്നെ എന്തെങ്കിലും കറി ഒക്കെ ആവണം കേട്ടോ. 8:30-9 മണിയാകുമ്പോഴത്തേനും ആവണം. 8:30 ആകുമ്പോഴത്തേന് കറക്റ്റായിട്ട് ആവണം കേട്ടോ. കാരണം അമ്മയ്ക്ക് പണിയുണ്ട്. അമ്മയ്ക്ക് പണിക്ക് എന്തായാലും ഭക്ഷണം കൊണ്ടുപോകണം. അപ്പോൾ അടുത്തല്ല കേട്ടോ ജോലി, കുറച്ച് ദൂരെയാണ്. അപ്പോൾ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മ വരും. തൊഴിലുറപ്പ് തന്നെയാണ്, പക്ഷേ കുറച്ച് ദൂരെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും 8:30 ആകുമ്പോഴത്തേന് ഭക്ഷണം ആവണ്ടേന്ന് പറഞ്ഞിട്ട് രാവിലെ ഇടിപിടി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു പരക്കം പാച്ചലും അതിൻ്റെ ഇടയിൽ തുണി ബേബിക്ക് വാശി പിടിക്കലും കരച്ചലും ബഹളവും അവൾക്ക് കഴിക്കാൻ കൊടുക്കലും അവളെ പല്ല് തേപ്പിക്കലൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് രാവിലെ നല്ലൊരു തിരക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. രാവിലെ ഇന്നിപ്പോൾ എന്തായിരുന്നു കടിയെന്നറിയോ? ഇന്നിപ്പോൾ ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ പണി എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയി. പിന്നെ അമ്മയ്ക്ക് 10 മണിക്കും കൊണ്ടുപോകണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ ഇപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നത്. കടി നമുക്ക് നിർബന്ധമാണ്, പിന്നെ കുട്ടിക്കും കഴിക്കാൻ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അമ്മയൊക്കെ പോയി, ഞാനും തന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുട്ടിയുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ഒരുക്കിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ആൾ വാശി പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ പണി ഒരുക്കിയിട്ടില്ലെങ്കിൽ എന്നിട്ടാണ് ഞാൻ ഉള്ളടിച്ച് വരാനൊക്കെ നിന്നത് കേട്ടോ. പിന്നെ ഈ പൊടി കാരണം നമ്മളിങ്ങനെ നടക്കും തോറും ഇങ്ങനെ ഈ മണലും പൊടിയും സിമെൻറ്റിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ ഇളകി വരിക കേട്ടോ. അടിച്ചു വരുമ്പോൾ നല്ല മിനുസായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ സിമെൻറ്റ് ഇങ്ങനെ പൊടിഞ്ഞ് വന്നിട്ട് നമ്മൾ നടക്കുകയും പിന്നെ കുട്ടിയാണെങ്കിലോ ഈ കസാരകളും സ്റ്റൂളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടും നീക്കിയിട്ടും അവൾ ഇത് കൂടെ അങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും കസാരകളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഈ സിമെൻറ്റും മണലും ഇങ്ങനെ ഇളകുകയാണ് കേട്ടോ. കാരണം നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളൂ, അത് മിനുസം വെപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാ കോൺക്രീറ്റ് ഇട്ടിക്കുക. പിന്നെ ഈ തേക്കുമ്പോൾ തേപ്പിൻ്റെയൊക്കെ പൊടി ഉണ്ടാവുമല്ലോ, അതായത് ഈ സിമെൻറ്റും പൊടിയും മണലൊക്കെ ആയത് അതൊക്കെ അങ്ങനെ കേട്ടോ. അല്ലാതെ ഞങ്ങൾ നിലത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരുവിധം അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. പിന്നെ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കഴുകാൻ കേട്ടോ. കറി വെച്ചതും ഉപ്പേരി വെച്ചതും അതേപോലെ തന്നെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ വെച്ച കറിയാണ്. അപ്പോൾ അതൊക്കെ പാത്രങ്ങളിലേക്കൊക്കെ ആക്കി വെച്ചു. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കഴുകണമല്ലോ. പിന്നെ രാവിലെ ചായ കുടിച്ച പാത്രങ്ങൾ, ചോറ് ഉണ്ടാക്കിയതും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ കുറച്ചുണ്ടായിരുന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് വേണമെങ്കിൽ അരി ഇടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ. കുറച്ച് അരി ഇട്ട് വെക്കുന്നുള്ളൂ. കാരണം അമ്മ ഉച്ചയ്ക്കും വരില്ല, കൊണ്ടുപോവാണ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മാത്രമല്ലേ കഴിക്കാനൊക്കെ ഉള്ളൂ. പിന്നെ കുട്ടി ഇപ്പം എത്ര കഴിക്കും? അപ്പോൾ നമുക്ക് ചൂടുള്ള ഭക്ഷണം കഴിക്കുകയാണല്ലോ നല്ലത് വൈകുന്നേരം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല തണുപ്പാണല്ലോ. ഇപ്പോൾ പിന്നെ 2 ദിവസമായിട്ട് നല്ല മഴയും. അപ്പോൾ എന്തായാലും വൈകിട്ടേക്കുള്ളത് വൈകിട്ട് തന്നെ വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് രാവിലെ അരി കമ്മിയാക്കിയിട്ടാട്ടോ ഇട്ടത്. അപ്പോൾ അങ്ങനെ എന്തായാലും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. എൻ്റെ കുഞ്ഞാറ്റ അത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ആളിൻ്റെ തരം മാറുമ്പോഴത്തേനും നമ്മൾ പണിയൊക്കെ ഒരുക്കണം. ഇനിയിപ്പോൾ അവളെ കുളിപ്പിക്കണം കേട്ടോ, വെള്ളം ചൂടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നേരം വെളുത്ത് എണീച്ച് വരുന്നത് തന്നെ അമ്മ കാട്ടൂണ് എന്നും പറഞ്ഞുകൊണ്ടാട്ടോ. പിന്നെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ആ കാർട്ടൂൺ അങ്ങോട്ട് വെച്ചാൽ പിന്നെ അത് വൈകുന്നേരം 7 മണി വരെ ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒന്ന് കറണ്ട് പോകണം കേട്ടോ, അതൊന്ന് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കറണ്ട് പോയാൽ മാത്രമേ അത് ഓഫ് ചെയ്യലുള്ളൂ. ഒരു ദിവസം 3 മണിക്കുണ്ട് പുലർച്ചെണീച്ചിട്ട്. അമ്മ പാവം ഇവളെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ, കാർട്ടൂൺ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ അമ്മയ്ക്ക് ഉറക്കം വന്നിട്ടാണെങ്കിൽ ഉറക്ക ക്ഷീണം. നേരം വിളിച്ചാകുമ്പോൾ 3 മണിക്കൊക്കെ എണീച്ചുള്ള അവസ്ഥ എന്താ? എന്നിട്ട് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇപ്പുറത്തേക്ക് അമ്മേനെ തിരഞ്ഞിട്ട് വരിക, അമ്മമ്മയുടെ അടുത്തേക്ക് പോകണം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ പുലർച്ചെ അങ്ങനെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ അമ്മ ഒരു 3:30-3:45 ആയ സമയത്ത് ഒക്കെ ഇട്ട് കൊടുത്തു, TV ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ അമ്മ രാവിലെ നേരത്തെ എണീച്ചതല്ലേന്നും പറഞ്ഞ് അങ്ങനെ അടുക്കളയിലെ പണി ഒരുക്കി. പുറത്തേക്കൊന്നും ഇറങ്ങണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പാവം അമ്മ ഒന്ന് നേരത്തെ, ഞാൻ എണീക്കുന്നതിന് മുന്നേ തന്നെ ഉപ്പേരിയൊക്കെ ആയിരിക്കണം കേട്ടോ, ചോറും ഉപ്പേരിയൊക്കെ ആയിരിക്കണം. അപ്പോൾ അവളിവിടെ കിടന്ന് TV കാണുന്നു, കട്ടിലുമ്മ കിടന്നിട്ട് കസാരയിലിരിക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അമ്മ ചൂടുള്ള കാപ്പിയൊക്കെ വെച്ച് കൊടുത്തു, ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ ഇരുത്തിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും എൻ്റെ പാത്രം കഴുകൽ കഴിഞ്ഞു. പിന്നെ തുടച്ച് വൃത്തിയാക്കി വീതനപ്പുറമൊക്കെ ഇട്ടു കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ കുട്ടീനെ കുളിപ്പിച്ചു. ഇതിനിടയിൽ അതൊക്കെ കഴിഞ്ഞിട്ട് അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. ഇനിയിപ്പോൾ എന്തായാലും മുടിയൊന്നും ഇപ്പോൾ കെട്ടാൻ പറ്റില്ല കേട്ടോ.
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഉണങ്ങണം, നല്ല ഉണങ്ങിയിട്ടിട്ട് മുടി കെട്ടി കൊടുക്കാറ്. എന്തായാലും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു. മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ പൊരിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവൾ പിന്നെ നല്ല കഞ്ഞി കുടിക്കും. പിന്നെ കുറുകിയ നല്ല കഞ്ഞി വെള്ളമാണെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാം, നല്ല വെന്ത ചോറാണെങ്കിൽ കഞ്ഞി കൂടുതൽ കുടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്തു. അവളിതാ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേരിയൊക്കെ വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ തലേദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അത് നന്നാക്കുകയാണ് കേട്ടോ ഞാൻ. ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. 2 ദിവസം മഴയൊക്കെ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മഴ? പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലേ? മൂടലും കാറ്റും ഒക്കെ ആയിട്ട്, മഴച്ചാറ്റിലൊക്കെ ആയിട്ട്. നമ്മുടെ അവിടേക്ക് അങ്ങനെ അമിതമായിട്ടൊന്നും പെയ്തില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ പെയ്തു. എന്നാലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ടും അലക്കിയിടാനും തുണികൾ ഉണങ്ങാനും ഒക്കെ കുറച്ച് പ്രയാസമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അന്ന് നല്ല കാറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് നുറുക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ച് നന്നാക്കാൻ വേണ്ടി വന്നത്. അപ്പോഴത്തേന് കുഞ്ഞാറ്റതാ പുറകിൽ വന്നിട്ട് ഇതാ ബഹളം വെച്ചോണ്ടേ ഇരിക്കുക കേട്ടോ. അവൾ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വന്ന് ചാരും, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് വന്നിങ്ങനെ വീഴും, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. പറഞ്ഞ അവൾ കേൾക്കുകയില്ല. പിന്നെ എന്നാൽ അവൾക്ക് എന്താണെന്നറിയില്ല കേട്ടോ, കാറ്റ് ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കാറ്റിൻ്റെ ടൈം അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ ബുദ്ധി വെച്ചിട്ട്. അപ്പോൾ അവൾ കാറ്റ്, ഇത് എന്താണ് കാറ്റ്, അത് കാറ്റാണെന്ന് പറയും. ചെടികളൊക്കെ അനങ്ങുമ്പോൾ ഇലകളൊക്കെ ഇളകുന്ന കാണുമ്പോൾ അവൾക്ക് പേടി തോന്നുക കേട്ടോ. അപ്പോൾ പേടിയാണ് പറയാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് കാറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് പേടിയാവുകയാണ് പറഞ്ഞു. ഞാൻ വിട്ടിരിക്കാൻ പറയുന്നുണ്ട് കുട്ടീനോട്. കുട്ടി പോയി നിൽക്കുന്നേ ഇല്ല. അവൾ എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് എന്നെ വന്നിട്ട് പറ്റി പിടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് അകത്തേക്ക് പോയി കേട്ടോ. അപ്പം ഇനി എന്തായാലും ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ. ഞാൻ TV ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് കണ്ടോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന് കറണ്ട് പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ നന്നാക്കി എടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് നുറുക്കണം. ഇനി ഇത് നുറുക്കി കഴിഞ്ഞിട്ട് ഇനി ഇത് വെക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മീൻ കറി വെച്ചതും അതേപോലെ തന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉപ്പേരിയും കൂടി ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും. പിന്നെ പയറ് കൊണ്ടുവന്നിട്ടുണ്ട്, കൂർക്കയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് നാളെ അതൊക്കെ പയറൊക്കെ കേടുവന്ന് പോകുള്ളൂ. അപ്പോൾ അതെന്തായാലും നാളെ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ വെച്ച അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും. 2 ദിവസം കൂടി അധികം പയറിനേക്കാളും കൂടുതൽ ഇരിക്കും. പിന്നെ ഇത് വെച്ചാലോ, ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഒരാഴ്ചയായിരുന്നു. അപ്പോൾ എന്നാൽ അത് വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഞാനിന്ന് അത് തന്നെ എടുത്തു കേട്ടോ. അപ്പം ഇനി എന്തായാലും ഇതൊന്ന് കഴുകിയിട്ട് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് വേണം ഇത് നുറുക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഉണ്ട്, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമുക്ക് ഒരുപാട് പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടിങ് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. കുഞ്ഞാറ്റത് ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് വെള്ളം വേണമെന്നും പറഞ്ഞുകൊണ്ട് വെള്ളം വന്ന് ചോദിച്ചതാട്ടോ. അപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ ആ വെള്ളം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് അവൾ പിന്നെ ഫീഡിങ് ഒക്കെ ഇപ്പോൾ നിർത്തിയോണ്ട് പിന്നെ അവൾക്ക് അങ്ങനെ ഒരു ഇത് തോന്നുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് വെള്ളം ചോദിക്കും കേട്ടോ. ഉമ്പ് വേണം, ചൂടുമ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് ഇവിടെ കഷ്ണങ്ങളാക്കണ സമയം കൊണ്ടും അവളതാ പുറത്ത് അവിടെ പോയിട്ട് സിറ്റൗട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ അവൾ സിറ്റൗട്ടിലാകുമ്പോൾ എനിക്ക് പേടി കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, വേഗം ഞാൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് സിറ്റൗട്ടിക്ക്, കുട്ടി അവിടെ ഒറ്റയ്ക്ക് പോയി ഇരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മളിവിടെ അടുക്കളയിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഫ്രണ്ട് വാതിൽ അടച്ചിട്ട് തന്നെ കേട്ടോ ജോലിയൊക്കെ ചെയ്യാറ്. പക്ഷെ എന്നാലും നമുക്കൊരു എന്താ പറയുക, തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ നേരം അടച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി അങ്ങനെ നമ്മൾ വാതിൽ അടച്ചിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി വാശി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ പിന്നെ തുറന്നിട്ടതാണ് കുറച്ച് നേരം കേട്ടോ. അപ്പോൾ അവൾ പുറത്ത് പോയിരിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും അവൾ അവിടെ ഇല്ലെന്നും പറഞ്ഞിട്ട് ഞാനും പോയിരുന്നു. എന്നാൽ അവിടെ നിന്ന് കഷ്ണങ്ങളൊക്കെ വെട്ടാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ, ചുമന്ന കായ കണ്ടപ്പോൾ തന്നെ ഇത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും പച്ചക്കറി വേവിച്ച് എന്തായാലും ഒരു സാധനം അവൾ കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പച്ചക്കറിയിലും കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനൊരു പൊട്ട് എടുത്ത് കൊടുത്തുട്ടോ. ആദ്യമൊക്കെ ഒന്ന് ചവച്ചരച്ചു കേട്ടോ. പിന്നെ അത് പറ്റുന്നില്ല, അത് തുപ്പിയിട്ടോ. പിന്നെ വേറൊരു ചെറിയൊരു പൊട്ട് കൊടുത്തു, അത് കഴിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും അവളെ പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കി അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴാണ് ഉറക്കം വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു വാശിയായിരിക്കും കേട്ടോ. ഇനി ഉറങ്ങാനും ഒരു വാശി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേനും ഇത് നന്നാക്കി വെക്കണം കേട്ടോ. പിന്നെ ഇതിനിടയിൽ എൻ്റെ അനിയത്തിമാരൊക്കെ വിളിച്ചു, ഒരാൾ വിളിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് നിന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനും കുറേ പെൻഡിങ് ആവും. കാരണം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ നമ്മുടെ പണിയും പെൻഡിങ് ആവും കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ച കാര്യങ്ങൾ ഇന്നിപ്പോൾ രാവിലെ കറിയൊക്കെ ഇന്നലത്തെ വെച്ചത് തന്നെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ആരും ഇന്നലെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് അങ്ങനെ സമയം പോയി. പിന്നെ വൈകിട്ട് അമ്മ വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഉപ്പേരിയൊക്കെ വെച്ചത്. പിന്നെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ എത്ര വേണം. അപ്പോൾ രാവിലെ ഉണ്ടാക്കി അതൊക്കെ ഉണ്ടല്ലോ, മീൻ പൊരിച്ചതും കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരത്തിനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ വന്നിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഗ്യാസിലാട്ടോ അടുപ്പത്ത് വെച്ചത് ബീട്രൂട്ട് ഉപ്പേരി.
അപ്പം ഇനി എന്തായാലും അതൊക്കെ നായി വരണം. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് കേട്ടോ നോക്കണോ മേനാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് തിന്നേണ്ട കാര്യമല്ലേ. അപ്പോൾ ഇത്തിരി പാർട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നാക്കിയൊക്കെ എടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ വഴറ്റിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പണിയായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയണത്. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പണി എടുത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാറോ എന്നൊക്കെ പറയുമ്പോഴത്തേനും അടുത്ത പണി. പിന്നെ ഇപ്പോൾ എപ്പോഴൊന്നുമില്ല കേട്ടോ, ഇതിപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും മേടിക്കൂല കേട്ടോ. അപ്പോൾ